സർക്കാർ പ്രതിനിധികളായെത്തിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ CP ഉദയഭാനു, അറ്റോർണി ജനറൽ KV സോഹൻ എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. മഹിജയുമായും ബന്ധുക്കളുമായും നടത്തിയ ചർച്ച 4 മണിക്കൂർ നീണ്ടു. എല്ലാ പ്രതികളെയും പിടികൂടും, പോലീസ് നടപടിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നീ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ടെലിഫോണിലൂടെ മഹിജയ്ക്ക് ഉറപ്പു നൽകിയത്. പിന്നീട് സ്റ്റേറ്റ് അറ്റോർണിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 10 നിബന്ധനകൾ ഇരു കൂട്ടരും അംഗീകരിച്ചു. സമവായത്തിന്റെ അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായി MV ജയരാജനും ആശുപത്രിയിലെത്തി. തുടർന്ന് കുടുംബാംഗങ്ങളും സർക്കാരും പ്രതിനിധികളും ചേർന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. കുടുംബാംഗങ്ങളുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് കാര്യങ്ങൾ തീർന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മഹിജയും മകളും ശ്രീജിത്തും വെള്ളം കുടിച്ച് അവരുടെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ കാര്യങ്ങളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് എല്ലാ സമരവും പിൻവലിക്കാനും തീരുമാനിച്ചു. പിന്നീട് അറ്റോർണി അവിഷ്ണയുമായി ഫോണിൽ ബന്ധപ്പെടുന്നു. അവിഷ്ണ അമ്മയോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മയും മറ്റെല്ലാവരും അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ വെള്ളം കഴിച്ചു. അതുകൊണ്ട് മഹിജയും വെള്ളം കഴിക്കണം, എന്നിട്ട് നിരാഹാരം അവസാനിപ്പിച്ച് ആരോഗ്യത്തോടെ നിൽക്കണം കേട്ടോ. അതേസമയം കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റിലായ KM ഷാജഹാൻ അടക്കമുള്ളവരെ തങ്ങൾക്കറിയില്ലെന്ന് ജിഷ്ണുവിന്റെ കുടുംബം സർക്കാരിനെ ധരിപ്പിച്ചു. ഇതോടെ ഇവരുടെ മോചന കാര്യത്തിൽ തീരുമാനമായില്ല. ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം മഹിജ ആശുപത്രി വിടുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.